കാലം തിരിച്ച് പോകില്ല. നമുക്കതുകൊണ്ട് അടുത്ത 20 കൊല്ലത്തേക്കുള്ള ഒരു ഔട്ട്ലുക്കിലൂടെ സ്റ്റോക്സിനെ നോക്കാം. നമ്മൾ ചാർലി മുങ്കറയാണ്. ഇവിടെ ഞാൻ പ്രധാനമായിട്ടും സ്ട്രാറ്റജിയിൽ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്ന തിയറികൾ. ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ GDP ഇന്ത്യയുടെ 5,000 to 6,000 ആവും നെക്സ്റ്റ് 10 ഇയേഴ്സിൽ. അതായത് ബേസിക് കമ്മ്യൂണിറ്റീസിൽ നിന്ന് അത് ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് മാറും. അർബനൈസേഷൻ 36% നിന്ന് ഏകദേശം 50%ലേക്ക് മാറും 20 ഇയേഴ്സിൽ. 2-3 ടയർ സിറ്റീസ് എമർജ് ചെയ്യും. അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, വെർട്ടിക്കൽ ലിവിങ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ സിൽവർ എക്കോണമിയിലേക്ക് നമ്മൾ കൂടുതൽ മാറും. 28 വർഷം എന്നുള്ളത് 35 വർഷമാവും ആഗ്രഹിച്ച്. അത് നോർത്ത് സെൻട്രൽ ഇന്ത്യ യങ്ങറായിട്ട് തുടരുമ്പോഴും സൗത്ത് ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ സ്പെഷ്യലൈസ്ഡ് ജീരിയാട്രിക് ഹെൽത്ത് കെയർ, ഓട്ടോമേറ്റഡ് ഹൗസ്, പെൻഷൻ, വെൽത്ത്, ഈ ഏരിയകളിലെ റിക്വയർമെൻറ്റ് കൂടി വരും. എനർജി എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഗ്രിഡിലേക്ക് മാറും 15 ഇയേഴ്സിൽ. റിന്യൂവബിൾ എനർജി 2/3 റിക്വയർമെൻറ്റിലേക്ക് കയറും. അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രിഡ്സ്, ബെറ്റർ സ്റ്റോറേജ്, EV എക്കോസിസ്റ്റം, സോളാർ മുതലായവയിലേക്ക് മാറാനാണ് സാധ്യത. കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി വലിയ പ്രതീക്ഷ വയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ഡിജിറ്റൈസേഷനും ഡിജിറ്റൽ ഇൻഡസ്ട്രിയും ആണ് നാളത്തെ ലോകം. 6G ഡിജിറ്റൽ എനർജി, ഇത് 20% ആയിരിക്കും ഇന്ത്യൻ GDPയുടെ ഹോൾഡ് ചെയ്യുന്നത്. ലോക്കൽ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, ലോജിസ്റ്റിക്സിൻ്റെ IoT, മോഡേൺ അഗ്രികൾച്ചർ, അതേപോലെ തന്നെ പ്രിസിഷൻ ഡ്രോൺസ്, പിന്നെ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഫാമിങ്, ഇതൊക്കെയാണ് കയറി വരിക. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോസ്റ്റ് ഓഫ് ബിസിനസ് കുറഞ്ഞു വരും എന്ന കാര്യമാണ്. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റും കോർപ്പറേറ്റ് മാനുഫാക്ചറിങ് ഗ്ലോബൽ ലെവലിലേക്ക് നീങ്ങും. ഇനി നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് ഇതിനകത്തുള്ള കാര്യം എന്താണ്, ഇതിനകത്തുള്ള പോയിന്റ്സ് എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ലുക്ക് ഫോർ പ്രീമിയമൈസേഷൻ. അതായത് നമ്മൾ നോക്കേണ്ടത് ടേൽവിൻസ് പെർ ക്യാപിറ്റൽ GDP ഉള്ള കസ്റ്റമേഴ്സാണ് വരുന്നത്. സ്മാർട്ട് ഫോണിലെ കൂടിയുള്ള ഇൻസ്റ്റാ ക്രെഡിറ്റുകളാണ് വരുന്നത്. സോഷ്യൽ മീഡിയ വഴി ഗ്ലോബൽ എക്സ്പീരിയൻസ് ഉള്ള കസ്റ്റമേഴ്സാണ് വരുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു CDSL, അതായത് ഫോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകൾ, ലക്ഷറി സെഗ്മെൻറ്റ്സ്. ഞാനിതൊരു എക്സാമ്പിളിനായിട്ട് പറയുന്ന ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം, ഞാനും ഇത് സ്റ്റഡി ചെയ്തിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഒരു ചീപ്പായിട്ടുള്ള ഒരു സ്റ്റോക്കിൻ്റെ പുറകെ ചീപ്പാണ് എന്നുള്ളത് കൊണ്ട് പോകരുത്. അതേപോലെ തന്നെ മോട്ട് നമ്മൾ നോക്കുക. മോട്ട് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ എക്സിസ്റ്റിംഗ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് അക്സെപ്റ്റ് ചെയ്യുക, ബട്ട് എക്സ്ക്യൂസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോക്സിന്, ചില സ്റ്റോക്സുകൾക്ക് ആ ഇൻഫ്ലേഷൻ അബ്സോർബ് ചെയ്യുകയും അത് കസ്റ്റമേഴ്സിന് പാസ് ചെയ്യാൻ, അത് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഉള്ള സ്റ്റോക്സ് മനസ്സിലാക്കണം. ഓരോ വർഷവും ഒരു 2 to 5% ഇൻഫ്ലേഷൻ അക്സെപ്റ്റ് ചെയ്ത് അത് വോള്യൂമിൽ സ്കെയിൽ ചെയ്ത് അത് ഫൈനലി പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മോട്ടുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യറിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് പ്രീമിയം സെഗ്മെൻ്റ് ഉണ്ട്, പിന്നെ അവരുടെ ബ്രാൻഡുണ്ട്. പിടിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മോണോപ്പൊളി ഉണ്ട്. അപ്പോൾ വില കൂടിയാലും അത് പാസ് ഓൺ ചെയ്യാം. പിന്നെ മൊണോക്കോ പോലെയുള്ള കമ്പനികൾക്ക് അവർക്ക് പ്രീമിയം സെഗ്മെൻ്റ് ഉണ്ട്. ആ പ്രൊഡക്ട്സ് അവർക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. പിന്നെ
ഫെയിൽ ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത് ഡെപ്റ്റ് ഉള്ളതാണ്. ഡെപ്റ്റ് കടം എപ്പോഴും ഒരു റെഡ് ഫ്ലാഗ് ആണെന്ന് മനസ്സിലാക്കുക. ഷിങ്കിങ് കസ്റ്റമർ ബേസ് ഉള്ളത്, അത് ഈവൻ അർബൻ അല്ലെങ്കിൽ റൂറൽ ആണെങ്കിലും അതിൽ നിന്ന് മാറുന്ന കാര്യം ആലോചിക്കുക. അൺഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്ങിന് ഇനി കാലമില്ല എന്ന് മനസ്സിലാക്കുക, ഭാവിയില്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ല ബാലൻസ് ഷീറ്റ് ഉള്ളത്, നല്ല പ്രോഫിറ്റിന് പുറത്തിരിക്കുന്ന ITC, TCS, ഇൻഫോസിസ് ഒക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ബാലൻസ് ഷീറ്റ് നോക്കി മാത്രം ഞാൻ പറയുന്നതാണ്, അതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ തുടങ്ങേണ്ടത് എപ്പോഴും ബിസിനസ് പഠിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടല്ല എടുക്കേണ്ടത്. പക്ഷേ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് നിങ്ങൾക്ക് ഈ പേരുകൾ ഉപയോഗിക്കാം, അതിൽ നിന്ന് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ കീഴിൽ മാത്രമായിരിക്കണം. അവസാനമായിട്ട് തീർക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നു, അവോയ്ഡ് ചെയ്യുക. അതായത് ഓവർ ക്രൗഡിൻ്റെ പുറകെ പോകാതിരിക്കുക, സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളതിന് പുറകെ പോകാതിരിക്കുക, അൺബ്രാൻഡഡ് ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ അൺബ്രാൻഡഡ് ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള പെന്നി ആയിട്ടുള്ളതിൻ്റെ പുറകെ പോകാതിരിക്കുക, ട്രഡീഷണലി സ്റ്റക്കായിട്ടുള്ളതിൻ്റെ പുറകെ പോകാതിരിക്കുക. നമുക്ക് ഒത്തിരിയേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാര്യം മിഡ് ആൻഡ് ഹൈസ് ഇൻകം ബ്രാക്കറ്റ് വലുതാവുകയാണ്, ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് കൂടുകയാണ്, ലോക്കൽ ഡിഫൻസ് അതായത് ഡിഫൻസ് എക്സ്പോർട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യുകയാണ്, ഫിനാൻഷ്യൽ അസറ്റ് അക്യൂമുലേഷൻ അതായത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഏരിയകളിൽ താല്പര്യമുള്ള യുവജനങ്ങളാണ് മുമ്പോട്ട് വരുന്നത്. പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാവട്ടെ. ചിന്തിച്ച് ആലോചിച്ച് സ്വയം റെസ്പോൺസിബിലിറ്റി എടുത്ത് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാ വിധ ആശംസകളും. താങ്ക് യു.